രണ്ടാം പിണറായി സർക്കാരിനെ തിരഞ്ഞെടുത്ത 2021 തിരഞ്ഞെടുപ്പിൽ 99 സീറ്റുകളോടെ LDF ആഞ്ഞടിച്ചപ്പോൾ 41 സീറ്റുകളാണ് UDF നേടിയത്. ആ 41 സീറ്റുകളിൽ 9 സീറ്റുകളാണ് 14 നിയോജക മണ്ഡലങ്ങൾ ആകെയുള്ള എറണാകുളം ജില്ല UDFന് സമ്മാനിച്ചത്. 9-ൽ 8 മണ്ഡലങ്ങളാണ് കോൺഗ്രസ് ഇവിടെ വിജയിച്ചത്. 2021 കോൺഗ്രസിൽ നിന്ന് ഇടത് പിടിച്ചെടുത്ത മണ്ഡലമാണ് കുന്നത്തുനാട്. ഇക്കുറി അവിടുത്തെ തിരഞ്ഞെടുപ്പ് കളം എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 2021 തിരഞ്ഞെടുപ്പിൽ അവിടെ ത്രികോണ മത്സരമാണ് നടന്നത്. 2020 പാർട്ടിക്ക് വേരോട്ടമുള്ള മണ്ണ് കൂടിയാണ് കുന്നത്തുനാട്. അവിടെ ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ LDFനും UDFനും പിന്നിൽ മൂന്നാം സ്ഥാനത്ത് 2020 ഉണ്ടായിരുന്നു. 41,890 വോട്ടുകൾ അവിടെ 2020 സ്ഥാനാർത്ഥിയായ ഡോക്ടർ സുജിത് പി സുരേന്ദ്രൻ നേടിയിരുന്നു. ഇത്തവണ 2020 NDAയുമായി സഖ്യമുണ്ടാക്കിയതിനാൽ NDA മുന്നണിയുടെ ശക്തി കൂടി 2020ക്ക് കരുത്തു പകരും എന്നാണ് അവർ കരുതുന്നത്. അങ്ങനെ ഇത്തവണയും ഒരു ത്രികോണ മത്സരത്തിനാണ് ഇവിടെ കളമൊരുങ്ങിയിരിക്കുന്നത്. നിലവിലെ MLA PV ശ്രീനിജൻ തന്നെയാണ് ഇത്തവണയും ഇടതു മുന്നണിക്ക് വേണ്ടി മണ്ഡലത്തിൽ രംഗത്തെത്തിയത്. UDFന് വേണ്ടി മുൻ തെരഞ്ഞെടുപ്പിനെ പോലെ VP സജീന്ദ്രനാണ് മത്സരത്തിനെത്തുന്നത്. 2020 അവരുടെ കരുത്തു കാട്ടാൻ ബാബു ദിവാകരനെയാണ് ഇക്കുറി സ്ഥാനാർത്ഥിയായി എത്തിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വത്തിലെ ഈ പേരുകൾ കൊണ്ട് തന്നെ കടുത്ത മത്സരമാകും കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ നടക്കുക എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. 2011 അന്നത്തെ LDF MLA ആയിരുന്ന CPIയിലെ MM മോനായിൽ നിന്നും UDFിലെ VP സജീന്ദ്രൻ മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു. തൊട്ടടുത്ത എതിരാളി MA സുരേന്ദ്രനേക്കാൾ 8,372 വോട്ടുകൾക്കാണ് അന്ന് അദ്ദേഹം അവിടെ വിജയിച്ചത്. 2016 2679 വോട്ടുകൾക്ക് സജീന്ദ്രൻ CPMലെ ഷിജി ശിവാജിയെ തോൽപ്പിച്ച് MLA സ്ഥാനം നിലനിർത്തി. 2021 തിരഞ്ഞെടുപ്പിൽ CPMലെ PV ശ്രീനിജൻ അവിടെ സജീന്ദ്രനെ അടിയറവ് പറയിച്ചത് 2717 വോട്ടുകളുടെ ലീഡിലാണ്. ഇനി പൊതു തെരഞ്ഞെടുപ്പ് കണക്കുകൾ നമുക്ക് പരിശോധിക്കാം. 6360 വോട്ടുകളുടെ ലീഡ് ഇവിടെ നിലവിലെ ചാലക്കുടി MP-യായ ബെന്നി ബെഹനാൻ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം CPM സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥ് ഇവിടെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നതാണ്. 2020 ആയിരുന്നു രണ്ടാം സ്ഥാനത്ത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കുകൾ കൂടി പരിശോധിക്കാം. മികച്ച മുന്നേറ്റം തന്നെ UDF 2025 തെരഞ്ഞെടുപ്പിൽ നടത്തിയതായി കാണാം. 12,877 വോട്ടിന്റെ ലീഡ് മണ്ഡലത്തിൽ അവർ നേടിയിട്ടുണ്ട്. പൊതു തെരഞ്ഞെടുപ്പിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും ഫലങ്ങൾ UDFനെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. മണ്ഡലത്തിൽ MLA ആയി പ്രവർത്തിച്ച് പരിചയമുള്ള സജീന്ദ്രനെ പോലെ ഒരു വ്യക്തി UDF സഖ്യത്തിൽ നിന്നെത്തുമ്പോൾ അത് മുന്നണിയെ സംബന്ധിച്ച് ഉറപ്പിച്ച സീറ്റായി തന്നെയാണ് അവർ കരുതുന്നത്. 2020 പോലെ അരാഷ്ട്രീയ പ്രസ്ഥാനം വന്നപ്പോൾ കുറെ വോട്ടുകൾ അങ്ങനെ വിഘടിച്ചു പോയതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ ചെറിയ ഭൂരിപക്ഷത്തിൽ സീറ്റ് നഷ്ടമായതെന്നും ഇത്തവണ 2020 BJPയുടെ കൂടെ കൂടിയതുകൊണ്ട് തന്നെ മതേതരവാദികളായ വിശ്വാസികൾ ഇത്തവണ അവരെ സപ്പോർട്ട് ചെയ്യില്ല എന്നും എല്ലാ മുന്നൊരുക്കങ്ങളും അതിനായി ചെയ്തിട്ടുണ്ടെന്നും UDF സ്ഥാനാർത്ഥി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. കുന്നത്തുനാടിനെ അടുത്തറിയുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അവിടുത്തെ ജനങ്ങൾ സജീന്ദ്രന് ഒരവസരം കൊടുക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും ആ മണ്ഡലത്തിൽ നിന്ന് തന്നെ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം. ഏറെ ജനപ്രിയൻ. ശ്രീനിജന് MLA എന്ന നിലയിൽ പറഞ്ഞു കേൾക്കുന്ന പോരായ്മകളും ഭരണവിരുദ്ധ വികാരവും അദ്ദേഹത്തെ ഇനിയൊരവസരം ജനം നൽകാതിരിക്കാൻ കാരണമാകുന്നുണ്ട്. എല്ലാം കൊണ്ടും കുന്നത്തുനാട് UDFന് അനുകൂലമായ കാറ്റാണ് വീശുന്നത് എന്ന് വേണം കരുതാൻ. 2020 NDA പ്രവേശനവും ശ്രീനിജന്റെ പ്രവർത്തന പരാജയങ്ങളെല്ലാമടക്കം അവരുടെ വോട്ടുകൾ UDFിലേക്കുള്ള ഒഴുക്കിന് കാരണമാകും. ന്യൂനപക്ഷ വോട്ടുകൾ ഐക്യജനാധിപത്യ മുന്നണിയിൽ ഭദ്രമാകുമ്പോൾ കുന്നത്തുനാട് UDFന് അനുകൂലമായ നാടാകും എന്നാണ് അനുമാനിക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.